ആ ഒരു കമ്പ്യൂട്ടറിൽ ഒരു സെർവർ സോഫ്റ്റ്വെയർ, വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ആ കമ്പ്യൂട്ടർ എന്താവുന്നത്, ഒരു വെബ് സെർവറായി മാറുന്നത്. നമുക്ക് നമ്മുടെ റിക്വസ്റ്റിനനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു വെബ് സെർവറായി മാറുന്നത് ഒരു വെബ് സെർവർ അതിൻ്റെ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ ഈ ഒരു വെബ് സെർവർ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വെബ് പേജസ് ഇങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇമെയിൽ, ബ്ലോഗ് പോലുള്ള സർവീസുകളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ അവൈലബിൾ ആക്കി തരിക, യൂസറിന് അവൈലബിൾ ആക്കി തരിക എന്നുള്ള കാര്യം കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെബ് സെർവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വെബ് സെർവർ ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ വിച്ച് ഈസ് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ ആൻഡ് കണക്റ്റഡ് ടു എ ഹൈ ബാൻഡ്വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ. അതുപോലെ ഒരു വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ കമ്പ്യൂട്ടറാണ്, ഓൾവേസ് ഓൺ ആണ്, സ്വിച്ച് ഓൺ ആണ്. അതുപോലെ ഹൈ ബാൻഡ്വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷനായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഓൾവേസ്. അത് എപ്പോഴും നമുക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു വെബ് സെർവർ നമുക്ക് നല്ല രീതിക്ക് അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് അതിൻ്റേതായിട്ടുള്ള മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്, അതുപോലെ അതിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള റാം, ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്ക്, ഈതർനെറ്റ് കാർഡ്സ്, ഇതെല്ലാം അതായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഫാസ്റ്റ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും പവർ സപ്ലൈയും ഒക്കെ കൊടുത്ത് ഒരു ഡാറ്റാ സെൻറ്ററിലായിരിക്കും ഒരു വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി ഒരു ഡാറ്റാ സെൻറ്റർ എന്ന് വെച്ചാൽ എന്താ, ഒരു ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷനാണ്. അവിടെ ഒരു സ്മൂത്തനിങ് ആയിട്ട് ഒരു വെബ് സെർവറിൻ്റെ ഫങ്ഷനാലിറ്റീസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ലൊക്കേഷനാണ് ഡാറ്റാ സെൻറ്റർ. അവിടെ അതിൻ്റെ നെറ്റ്വർക്കിംഗ് സിസ്റ്റംസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു വെബ് സെർവർ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂളിംഗ് സിസ്റ്റം, പവർ സപ്ലൈ, അതുപോലെ ഹൈ സ്പീഡ് നെറ്റ്വർക്ക് കണക്ഷൻസ്, സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഈ ഡാറ്റാ സെൻറ്ററിൽ ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് ടെക്നോളജിയാണ് സോഫ്റ്റ്വെയർ പോർട്സ്. എന്താണ് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഡിവൈസസുകളുണ്ടല്ലോ, കമ്പ്യൂട്ടറിൻ്റെ എക്സ്റ്റേണൽ ഡിവൈസസ്. അപ്പോൾ ഈ ഹാർഡ്വെയർ പോർട്ടുകളുണ്ട്, സോഫ്റ്റ്വെയർ പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ ഹാർഡ്വെയർ പോർട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കമ്പ്യൂട്ടറിനെ മറ്റുള്ള എക്സ്റ്റേണൽ ഡിവൈസസ്, ഇപ്പോൾ കീബോർഡ്, മൗസ്, സ്കാനർ, പ്രിൻ്റർ പോലെയുള്ള എക്സ്റ്റേണൽ ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർഡ്വെയർ പോർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന PS2 പോർട്ട്, അതുപോലെ അങ്ങനെ കുറച്ച് പോർട്ടുകൾ